ഹലോ, ഇന്നിത് നല്ല മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ ഞാൻ താത്തേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ എന്താ പറയുക, താത്തമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് മഴ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത നല്ല ചായയും മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയും മിച്ചറൊക്കെ കഴിച്ച് ഇങ്ങനെ മഴയെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ ഞാൻ ആ സർപ്രൈസ് കാണിച്ചു തരാം. നമ്മുടെ താത്തേൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവൻ ജിദ്ദയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ താരം. അവനാണെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സെല്ലാം അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താത്തേനെ ആദ്യമേ കണ്ട് താത്ത സർപ്രൈസ്ഡായി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാനും കുട്ടികളൊക്കെ ഈ ഒരു സമയത്താണ് അവനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അവൻ്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും, ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ അവനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവൻ ചായയൊക്കെ അടിച്ച് അവൻ ചെറിയ താത്തേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവരുടെ മക്കളുടെ റിയാക്ഷൻസ് എന്താണെന്ന് കാണാം കേട്ടോ. നമുക്ക് പോണ്ടേ? മലയാളം നിക്കണ്ട്. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഫുഡൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പം അവൻ 2 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു, എപ്പോഴാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും അവൻ എത്തി. പിന്നെ ഇത് എല്ലാവരും ഫുഡൊക്കെ തയ്യാറാക്കുകയാണ്. നമുക്കിത് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. പൗക്കാക്കിയുണ്ട്, ഏട്ടനുണ്ട്, അബി, ചക്കര, മുത്തു, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താത്തമാരും മക്കളും ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏട്ടനോട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വീഡിയോസ് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ.